പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം നമുക്ക് നഷ്ടം വരുത്തുന്ന ദൈവമല്ല. പിന്നെയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടമായിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനെ നമ്മുടെ പക്കൽ മടക്കിത്തരുവാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. മടക്കിത്തരുമെന്ന് മാത്രമല്ല, എണ്ണി എന്തെല്ലാം നഷ്ടമായോ അതിൽ ഒന്നുപോലും നഷ്ടമായി പോയി എന്ന് ഭാവിയിൽ പറയുവാൻ കഴിയാത്ത വിധത്തിൽ സകലത്തെയും മടക്കിത്തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. യസ്ര 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ ഇങ്ങനെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു: പാർസി രാജാവായ കോരശ് ഭണ്ഡാര വിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തേക്കെടുപ്പിച്ച് യഹൂദ പ്രഭുവായ ശേഷ്ബസ്സരിന് എണ്ണിക്കൊടുപ്പിച്ചു. യഹൂദ പ്രഭുവായ ശേഷ്ബസ്സറിൻ്റെ കരങ്ങളിലേക്ക് ചിലത് എണ്ണിക്കൊടുക്കുന്ന ഒരു കാഴ്ച നാം അവിടെ കാണുകയാണ്. യഹൂദ പ്രഭുവായ ശേഷ്ബസ്സറിൻ്റെ കരങ്ങളിലേക്ക് എണ്ണിക്കൊടുക്കുന്നത് ആരാണ്? പാർസിയ രാജാവായ, പാർസിയ പ്രഭുവായ കോരശിൻ്റെ ഭണ്ഡാര വിചാരകനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ രാജാവ്, ഒരു സാമ്രാജ്യത്തിൻ്റെ രാജാവ് തൻ്റെ ഭണ്ഡാര വിചാരകനിലൂടെ ഒരു യഹൂദ പ്രഭുവിൻ്റെ കരങ്ങളിലേക്ക് ചിലത് എണ്ണിക്കൊടുക്കുകയാണ്. ഈ സാഹചര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ അധ്യായം മുഴുവനും 1-ാമത്തെ വചനം മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ ചില സൂചനകൾ നമുക്ക് ലഭ്യമാകും. ഈ സംഭവം നടക്കുന്നതിന് 70 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. എന്നാൽ രാജാക്കന്മാർ പല വിധത്തിൽ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകലങ്ങളിലേക്ക് പോവുകയും അന്ന് 70 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന ബാബേൽ സാമ്രാജ്യം നെബൂഖദ്നേസർ രാജാവിൻ്റെ നേതൃത്വത്തിൽ യഹൂദ ദേശത്തിലേക്ക് കടന്നു വരികയും യഹൂദ ദേശത്തിലെ ജനങ്ങളെ എല്ലാം പല സ്ഥലങ്ങളിലായി ചിതറിക്കുകയും ചെയ്യുന്നു. അവിടെ രാജാവിനെ അടിമയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ദേശത്തിലേക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്ന, ജനങ്ങളാൽ നിറയപ്പെട്ട, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമായ ഈ യഹൂദ ദേശത്തിലേക്ക് കടന്നു വന്ന ബാബേൽ സാമ്രാജ്യം, നെബൂഖദ്നേസറിൻ്റെ കീഴിൽ കടന്നു വന്ന ബാബേൽ സാമ്രാജ്യം അവർ ചെയ്തത് ആ ദേശത്തിലെ, യഹൂദ ദേശത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധിയേറിയ, എല്ലാ മൂല്യമേറിയ വസ്തുക്കളെയും അവർ കൊള്ളയിടുകയുണ്ടായി. അവിടെയുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ സകലത്തെയും ബാബേൽ സാമ്രാജ്യം കൊള്ളയിടുകയും അവരുടെ ക്ഷേത്രത്തിലേക്കും അവരുടെ ഭണ്ഡാരത്തിലേക്കും അവരുടെ കൊട്ടാരത്തിലേക്കുമൊക്കെ ഈ മൂല്യമേറിയ വസ്തുക്കളെ കൊണ്ട് അവർ സ്ഥാപിച്ചു. മാത്രമല്ല, നെബൂഖദ്നേസർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശലോമോൻ രാജാവിനാൽ പണിയപ്പെട്ട ഏറ്റവും മൂല്യമേറിയ പൊന്നും വെള്ളിയും ഏറ്റവും വിലയേറിയ മരങ്ങൾ കൊണ്ടുമൊക്കെ സൃഷ്ടിക്കപ്പെട്ട ദൈവാലയത്തിലെ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരുടെ ദേശത്തിൽ അവരുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് താൻ പ്രതിഷ്ഠിച്ചു. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു. യഹൂദയ്ക്ക് ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ദേശമില്ല, സ്വന്തമായിട്ടൊരു രാജ്യമില്ല. യഹൂദർ ഇപ്പോൾ പല സ്ഥലങ്ങളിലായി ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ബലം ക്ഷയിച്ചു വന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു ഭാഗത്ത് പേർഷ്യൻ സാമ്രാജ്യം, പാർസ്യ സാമ്രാജ്യം ബലം പ്രാപിച്ചു വരികയാണ്. ഇപ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് അവർ ബാബേലിൽ അടിമകളായി കൊണ്ടുപോയതിനു ശേഷം 70 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പാർസ്യ രാജ്യത്തിൻ്റെ കീഴിലാണ് യഹൂദർ അടിമകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പാർസ്യ രാജ്യത്തിൻ്റെ കീഴിൽ യഹൂദർ അടിമകളായി ജീവിക്കുമ്പോൾ ഇപ്പോഴുള്ള അവരുടെ രാജാവ് കോരശ് രാജാവാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കോരശിനോട് ദൈവം വ്യക്തമായി സംസാരിക്കുകയാണ്. കോരശിന് ദൈവത്തിങ്കൽ നിന്ന് ലഭിച്ച ആലോചന ഇപ്രകാരമാണ്: ജീവനുള്ള ദൈവമായ എനിക്ക് യെരൂശലേമിൽ ഒരു ആലയം പണിയണം. നോക്കുക, ഇപ്പോൾ കോരശ് ഒരിക്കലും യഹൂദർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മനുഷ്യനല്ല. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ യഹൂദരെ സംബന്ധിച്ചിടത്തോളം കോരശ് അവർക്ക് ശത്രുവാണ്. കാരണം കോരശിൻ്റെ കീഴിൽ അടിമകളായി അവർ ഇപ്പോൾ പാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമ്മുടെ ന്യായം പറയുവാൻ, നമ്മുടെ ന്യായത്തെ കേൾക്കുവാൻ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളോട് പോലും നമുക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കുവാൻ, നമ്മുടെ ശത്രുക്കൾ എടുക്കുന്ന സ്റ്റെപ്പുകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്ന് ഓർക്കുക. അങ്ങനെ ദൈവത്തിങ്കൽ നിന്ന് ഈ ആലോചന കേട്ട കോരശ് ഉടനെ തന്നെ
ഒരു അനൗൺസ്മെൻറ്റ് പുറപ്പെടുവിക്കുകയാണ്, ഒരു വിളംബരം ചെയ്യുകയാണ്. താൻ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: യഹൂദാ ജനമേ, നിങ്ങൾ ഈ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഞാനിതാ ദൈവത്തിങ്കൽ നിന്നൊരു ആലോചന കേട്ടിരിക്കുന്നു. ദൈവത്തിന് യെരൂശലേമിൽ ഒരു ആലയം പണിയണം. ഇതിന് സജ്ജരായിട്ടുള്ള, ഇത് ചെയ്യുവാനായിട്ട് ആഗ്രഹമുള്ള യഹൂദർ എല്ലാവരും നിങ്ങളുടെ ദേശത്തിലേക്ക് മടങ്ങിപ്പോവുകയും ആ കാര്യങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യണം. ഇനി ആരെങ്കിലും പോകാതെ ഇവിടെ തന്നെ ശേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഔദാര്യദാനങ്ങൾ പോകുന്നവരുടെ പക്കൽ ഏൽപ്പിച്ച് അയക്കണമെന്ന് ഒരു വിളംബരം താൻ ചെയ്യുകയാണ്. ഇതനുസരിച്ച് യഹൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും അവരുടെ പിതാക്കന്മാർ പുരോഹിതന്മാരും ഒക്കെ തിരിച്ചവരുടെ ദേശങ്ങളിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നു. അങ്ങനെ ആ ദേശത്ത് പാർത്തിരുന്ന മറ്റുള്ളവർ അവരുടെ ഔദാര്യദാനങ്ങൾ, പൊന്നും വെള്ളിയും തുടങ്ങി പല മൂല്യമേറിയ വസ്തുക്കളും അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാണ് അവരെ മടക്കി അയക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇന്നത്തെ വചനധ്യാനത്തിൽ നാം ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഇതേ അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം മുതൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ. നെബൂഖദ്നേസർ, അതായത് 70 വർഷങ്ങൾക്ക് മുമ്പ് ബാബേൽ സാമ്രാജ്യത്തിൻ്റെ പ്രഭുവായിരുന്ന നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്കെടുപ്പിച്ചു. പാർസി രാജാവായ കോരേശ് ഭണ്ഡാര വിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തേക്കെടുപ്പിച്ച് യഹൂദ പ്രഭുവായ ശേഷ്ബസ്സരിനെ എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ എണ്ണമാവിത്: പൊൻതാല 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, 2-ാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ്ബസ്സർ കൊണ്ടുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട ആ ശബ്ദം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. എന്തൊക്കെയാണോ നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത്, ദൈവാലയത്തിൽ നിന്ന് എന്തൊക്കെയാണോ എടുത്തുകൊണ്ടുപോയത്, അതിൽ A to Z എല്ലാറ്റെയും കോരശ് പുറത്തേക്കെടുത്ത് അതിനെ എണ്ണി ശേഷ്ബസ്സറിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് മടക്കി അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിലും പല ശത്രുക്കളും നിങ്ങളുടെ കയ്യിൽ നിന്ന് അപഹരിച്ച് കൊണ്ടുപോയിട്ടുണ്ടാകാം. അവരുടെ നന്മയ്ക്കായി, അവരുടെ ഭണ്ഡാരത്തിൻ്റെ വർധനവിനായി, അവരുടെ സാമ്രാജ്യത്തെ വളർത്തുവാൻ, അവരുടെ ഉപയോഗത്തിനായി പലതും നമ്മുടെ കരങ്ങളിൽ നിന്ന് പലരും തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദ്യമായി ഇടപെടുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവമേ, നഷ്ടമായതിനെ ഓർത്ത് ഇനി ഭാരപ്പെടുവാൻ ഇടവരാത്ത വിധത്തിൽ ആ മനുഷ്യനോട്, ആ വ്യക്തിയോട് സംസാരിക്കണമേ. ഒരുപക്ഷെ നാം മനസ്സറിഞ്ഞ് സഹായിച്ച പലരും മടക്കി തരാമെന്ന് പറഞ്ഞിട്ട് മടക്കി തരാതെ കൊണ്ടുപോയ അനുഭവങ്ങളൊക്കെ ആരെങ്കിലും വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മിത്രങ്ങളായവർ പോലും ശത്രുക്കളായി മാറ്റപ്പെടുമാറ് ആ വിധത്തിലുള്ള ഇടപാടുകൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, ശത്രുതയിലേക്കൊക്കെ നമ്മെ വഴി നടത്തിയെങ്കിൽ, അങ്ങനെ മനസ്സ് വല്ലാതെ കലങ്ങിയിരിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കോരശിൻ്റെ മനസ്സിനോട് ദൈവം ഇടപെട്ടില്ലേ? ശേഷ്ബസ്സറിൻ്റെ കരങ്ങളിലേക്ക് നെബൂഖദ്നേസർ തട്ടിയെടുത്ത് കൊണ്ടുവന്നതൊക്കെ മടക്കി കൊടുക്കുവാനായിട്ട് കോരശിനോട് ദൈവം സംസാരിച്ചില്ലേ? അതേ ദൈവം ഇന്നും ജീവനോടെയുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കും ദൈവം. നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കളോട് പോലും ഇടപെടും. എന്തൊക്കെയാണോ നഷ്ടമായത് അതിനെയൊക്കെ എണ്ണി തിരിച്ചെടുത്ത് നമ്മുടെ കരങ്ങളിലേക്ക് വച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തെ അങ്ങനെ തന്നെ ഒന്ന് വിശ്വസിച്ചാട്ടെ. ചില വചനങ്ങൾ നിങ്ങളുടെ ധൈര്യത്തിനു വേണ്ടി, നമ്മുടെ ആത്മീയ ഉത്തേജനത്തിനു വേണ്ടി ഇപ്രകാരം വായിച്ചു കേൾപ്പിക്കട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വചനം: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നമുക്ക് നഷ്ടമായ അവസരങ്ങൾ, നമുക്ക് പാഴായിപ്പോയ സമയങ്ങളെല്ലാം ദൈവം മടക്കിത്തരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുകയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17: ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. എവിടെയാണോ നിങ്ങൾ മുറിയപ്പെട്ടിരിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം വല്ലാതെ തകർന്നിരിക്കുകയായിരിക്കാം. മനസ്സിലേറ്റ കുത്തുകൾ, മനസ്സിലേറ്റ മുറിവുകൾ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ആ ട്രോമയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ,
ആരുടെയോ ഒക്കെ കരങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായ കുത്തുകൾ, നമ്മുടെ ഹൃദയത്തിലേറ്റ മുറിവുകൾ വല്ലാത്തൊരു ബന്ധനമായി, വല്ലാത്തൊരു പൊള്ളലായി നമ്മുടെ ഉള്ളിൽ വിങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർക്കുക, ആ മുറിവുകളെ പൊറുപ്പിച്ച് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക്, അത് മാനസിക മണ്ഡലത്തിൽ മാത്രമല്ല, ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ ശരീരത്തിലും നമുക്ക് ഏറ്റവും മുറിവുകളെ ദൈവം പൊറുപ്പിച്ച് നമ്മുടെ ആരോഗ്യത്തെ ദൈവം മടക്കി തരുവാനായിട്ട് പോവുകയാണ്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വചനം, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. സകലവും ഇരട്ടിയായി ഡബിൾ പോർഷനായിട്ട് ദൈവം ചിലത് മടക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓർമ്മയുണ്ടോ? യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച, യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിച്ച സക്കായിയുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായി. താൻ മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുത്തതെല്ലാം പല മടങ്ങായി മടക്കി കൊടുക്കുമെന്ന് സക്കായി തീരുമാനമെടുത്തതുപോലെ ദൈവം ചില ഭവനങ്ങളെ വിസിറ്റ് ചെയ്യട്ടെ. ദൈവം ചില ഹൃദയങ്ങളെ തട്ടി ഉണർത്തട്ടെ. നമുക്ക് മടക്കി ലഭ്യമാകേണ്ട സകലവും ഇന്നാളുകളിൽ എണ്ണി ദൈവം മടക്കി തരുമാറ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കും. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങും. ദൈവം പലരോടും നമുക്ക് വേണ്ടി സംസാരിക്കും, ഇടപെടും. ദൈവത്തിങ്കൽ നിന്നുള്ള നന്മകൾ നാം അനുഭവിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.